ഹായ് ഹലോ നമ്മുടെ മൈൻഡ് കൺട്രോളാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന യാതൊരു പ്രശ്നത്തിനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മളത് കൺട്രോൾഡായിട്ട്, അതായത് നമ്മുടെ മൈൻഡിനോട് നമ്മൾ കൺട്രോളിനായിട്ട് നമ്മൾ പെരുമാറുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ തീർന്നു പോകും. പക്ഷേ അതിന് പകരം ചില ആൾക്കാരിലോട് ഞാൻ കണ്ടതാണ് കേട്ടോ, ചെറിയൊരു പ്രശ്നമായിരിക്കും പക്ഷെ അത് അവർ കാണുന്നത് വലിയ രീതിയിലായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കൊരു അൺകൺട്രോൾഡ് മൈൻഡ് കൊണ്ടാണ്. അതായത് ഈ ഒരു അൺകൺട്രോൾഡ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പേടി കൂടും. പിന്നെ ആ ഒരു കാര്യത്തിനെ ആലോചിച്ച് തന്നെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ നടക്കാത്ത ഒരു കാര്യം പോലും നമ്മൾ ആലോചിച്ച് തന്നെ അത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോയി വിടും കേട്ടോ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ അൺകൺട്രോൾഡ് ആക്കരുത്. എത്ര പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും കടന്നു വരാനുള്ള വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിന് നിങ്ങളാദ്യം കോൺഫിഡൻസോടെ മുന്നോട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും ഡിപ്രസ്ഡ് ആകരുത്. ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാലും ഏകദേശം അതേ അവസ്ഥ തന്നെ ആയിരിക്കും. നമ്മുടെ മൈൻഡ് മറ്റുള്ളവർ പറയുന്നത് മാത്രമേ കേൾക്കില്ലാണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ മൈൻഡ് തീരെ അത് കേൾക്കും കൂടെ ഇല്ല. പിന്നെ വലിയൊരു ഇതെന്ന് പറയുന്നത് പുറത്തൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിനെ കൺട്രോൾഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏതൊരു പ്രശ്നം വന്നാൽ പോലും നിങ്ങളത് സിമ്പിളായിട്ട് ഫേസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് നമ്മളായിട്ട് കണ്ടെത്തുമ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുപോലെ സ്വയം നിങ്ങൾ തിരിച്ചറിയുക, ആ ഒരു പ്രശ്നത്തിന് കണ്ടെത്തുക, എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുക, അതിനുള്ള മറുപടി നിങ്ങൾ കണ്ടെത്തിയിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എത്ര പേര് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.